ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറി എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ ഫിയർ അമിതമായാൽ എന്താണ് നമുക്കുണ്ടാകുന്ന ദോഷമെന്നതിനെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ രാത്രി സമയത്ത് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ ഒന്ന് കൊത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിനെ കടിച്ചത് എന്താണെന്ന്, ഒരു പാമ്പാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹം വേഗം ഓടി വീട്ടിൽ ചെന്നു. വീട്ടുകാരോട് പറഞ്ഞു, എന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. വീട്ടുകാർ അദ്ദേഹത്തെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ചെക്ക് ചെയ്തു. പാമ്പ് കടിച്ചിട്ടുണ്ട്, പക്ഷേ അത് വിഷമുള്ള പാമ്പല്ല എന്ന് ഡോക്ടർ വ്യക്തത വരുത്തി. വീട്ടുകാരോടും സംസാരിച്ചു, ഇദ്ദേഹത്തോടും സംസാരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ പാമ്പ് കടിച്ചു, ഞാനിപ്പോൾ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ കയറി വന്നു. ആ ഫിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റി. അങ്ങനെ ഒത്തിരി ടെൻഷനായി, ഹാർട്ട് അറ്റാക്കായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരു പാമ്പിൻ്റെ വിഷത്തിൻ്റെ സെയിം നമ്മുടെ ബോഡിയിലേക്ക് ഇഫക്റ്റീവ് ആകുന്ന ഒരു കാര്യമാണ് ഫിയർ. നമ്മുടെ ശരീരത്തിൽ ഫിയർ കൂടിയാലും നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം സംഭവിക്കും. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അനാവശ്യമായ ഫിയറുകളെ, ടെൻഷനുകളെ എല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നിന്നും മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്തിനാ ഫിയർ? ഒന്നിനെ പറ്റിയും ഭാരപ്പെടേണ്ട. എല്ലാ വിഷയങ്ങളും എന്താണ്? ഒരു ടൈമിലേക്കുള്ളതാണ്. ആ ടൈം മാറിക്കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊള്ളും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.